നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ കന്നിക്കൂറുകാരായ ഉത്രത്തിന്റെ 2, 3, 4 പാദത്തിൽ ജനിച്ചവർ, അത്തം ചിത്തിരയുടെ ആദ്യ 2 നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് വ്യാഴത്തിന്റെ വക്രഗതിയുടെ ഫലമായി ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 18 മുതൽ വ്യാഴം വക്രം പ്രാപിച്ചതിൽ നിന്നും ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാതകർക്ക് ആശ്വാസമായി ഈ വർഷത്തെ വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുന്നു. 2025 നവംബർ 11 രാത്രി 9:25 ശേഷം വ്യാഴം കർക്കിടകം രാശിയിൽ നിന്ന് പിറകോട്ട് വക്രഗതിയിൽ സഞ്ചരിക്കാൻ ആരംഭിക്കും. 2026 മാർച്ച് 11 രാവിലെ 8:30 വരെ വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം തുടരും. നവഗ്രഹങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള ഗ്രഹമാണ് ദേവഗുരുവായ വ്യാഴം അഥവാ ബൃഹസ്പതി. അതിനാൽ തന്നെ വ്യാഴത്തിന്റെ വക്രഗതിയും അതിപ്രധാനമാണ്. യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുകയില്ല. ഇത് ജ്യോതിഷത്തിലെ ഒരു കണക്ക് മാത്രമാണ്. നമ്മുടെ കണ്ണുകൾക്ക് സംഭവിക്കാവുന്ന ഒരു തോന്നൽ മാത്രമാണിത്. എന്നാൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിന് ഇരട്ടി ബലമുണ്ടായിരിക്കും. സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ വക്രഗതി ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാതകർക്ക് പൊതുവെ ഗുണകരമായിരിക്കും. ഈശ്വരാധീനം വർദ്ധിക്കുകയും ധനക്ലേശം മാറി വരികയും പുത്രസന്തോഷവും ഭാര്യാസുഖവും ഈ വക്രഗതി കാലഘട്ടത്തിൽ പൊതുഫലമായി ഈ ജാതകർക്ക് അനുഭവപ്പെടും. വക്രചലനത്തിന്റെ ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ അനുഭവപ്പെടാനായി എന്ത് പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് വീഡിയോയുടെ അവസാന ഭാഗത്ത് പ്രതിപാദിക്കുന്നു. അതിനാൽ വീഡിയോ മുഴുവനും കാണുവാനായി ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്. അതിലാദ്യമായി കന്നിരാശിക്കാർ. ഉത്രം അവസാന 3 പാദം, അത്തം നക്ഷത്രം, ചിത്തിരയുടെ ആദ്യ 2 പാദങ്ങളിൽ ജനിച്ചവർ. ഇവർക്ക് വ്യാഴം ഒക്ടോബർ 18 ശേഷം ഏറ്റവും അനുകൂല ഭാവമായ 11ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നിരുന്നാലും ഇവർക്ക് ഗുണാനുഭവങ്ങൾ ലഭിച്ചു കാണാൻ വഴിയില്ല. കാരണം വ്യാഴം എന്നത് ഒരു ആത്മീയ ഗ്രഹമായതിനാൽ വ്യാഴത്തിനെ കൊണ്ടുള്ള ഗുണങ്ങൾ വളരെ വൈകി മാത്രമേ ലഭിക്കാൻ ഇടയാകുകയുള്ളൂ. എന്നിരുന്നാലും വ്യാഴം അനുകൂല ഭാവത്തിലായിരുന്നതിനാൽ ഇവർക്ക് ചെറുതെങ്കിലും ലോട്ടറി ഭാഗ്യമോ കച്ചവടങ്ങളിൽ നിന്നോ ഷെയർ മാർക്കറ്റിൽ നിന്നോ അപ്രതീക്ഷിത ധനസൗഭാഗ്യങ്ങളോ എല്ലാം ലഭിക്കാൻ ഇടയായിട്ടുണ്ടാകും. വ്യാഴം അനുകൂല ഭാവത്തിലായതിനാൽ ഇതുവരെയും അപ്രകാരം ഒന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിൽപ്പെട്ട സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനായി ശ്രമം നടത്തിയാൽ ഒരുപക്ഷെ അതിൽ വിജയിച്ചേക്കും. എത്രയൊക്കെ ദോഷപ്രദമായ അവസ്ഥയാണെങ്കിലും 11ലെ വ്യാഴത്തിന്റെ സമയത്ത് പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം ലഭിച്ചിട്ടുണ്ടാകണം. ധനപരമായി മറ്റും വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ കടന്നു പോകാൻ ഈ കാലഘട്ടം ഇടയായിട്ടുണ്ടാകാം. എന്നിരുന്നാലും നിലവിലെ വ്യാഴത്തിന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് ബന്ധങ്ങളിൽ നിന്നും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായും വന്നിട്ടുണ്ടാകും. അവർ നിമിത്തം പഴി കേൾക്കേണ്ടതായും തന്റെ സഹോദരങ്ങളോ തന്നെ സഹായിക്കേണ്ടവരായുള്ള ബന്ധുക്കളോ തന്റെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോലും കൂടെ നിൽക്കാത്ത അവസ്ഥയും അടുത്ത ബന്ധുക്കളുടെ വിയോഗമോ അല്ലെങ്കിൽ രോഗസംബന്ധിയായി പണച്ചെലവും ഒരുപക്ഷെ അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും. ഇത്തരത്തിൽ നിൽക്കുന്ന വ്യാഴം വക്രം പ്രാപിക്കുന്നത് ഇവർക്ക് ഇരട്ട രാജയോഗപ്രദമാണ്. പക്ഷെ ദോഷങ്ങളെല്ലാം നീങ്ങുകയും വ്യാഴത്തിന്റെ ഫലദാന ശേഷി ഇരട്ടിക്കുകയും ചെയ്യും. 4, 7 ഭാവാധിപത്യം വഹിച്ച വ്യാഴം 11ാം ഭാവത്തിൽ നിൽക്കുന്നു. വ്യാഴത്തിന് ഇവരുടെ 3, 5, 7 ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട്. അതായത് ഡിസംബർ 5 വരെയുള്ള കാലഘട്ടം പ്രധാനമായും ഇവരുടെ വരുമാനം, വിവാഹം, പ്രണയം, ലഭിക്കേണ്ടുന്ന സഹായം, മാതാവ്, സ്ഥലം, പുത്രന്മാർ, ബന്ധുക്കൾ, ധൈര്യം, ഉപാസന എന്നീ ഭാവങ്ങളെ നേരിട്ട് സ്വാധീനിക്കും. കന്നിക്കൂറുകാർക്ക് വ്യാഴം നിലവിൽ അനുകൂല സ്ഥാനത്താണ് നിൽക്കുന്നത്. വ്യാഴത്തിന് 3ാം ഭാവദൃഷ്ടിയുള്ളതിനാൽ വക്രഗതി പ്രാപിച്ച ശേഷം ഇവർക്ക് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും
എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുന്നതാണ്. ഒരു അത്യാവശ്യ കാര്യത്തിന് ഇവർ സഹായത്തിനായി വരികയും തന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ചില സഹായങ്ങളും മറ്റും തിരികെ പ്രതീക്ഷിക്കാതെ ചെയ്തു തരികയും ചെയ്യുന്ന ഒരു സമയമാണ്. ജോലി സംബന്ധമായി ചില ഇന്റർവ്യൂകളിലോ പരീക്ഷകളിലോ പങ്കെടുക്കുന്നതിന് വേണ്ടിയോ സ്വന്തം വീട് വിട്ട് അന്യദേശത്ത് കുറച്ചു ദിവസം താമസിക്കേണ്ട സ്ഥിതിവിശേഷവും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. വ്യാഴം നിലവിൽ വരുമാന സ്ഥാനമായ 11 സ്ഥിതി ചെയ്യുന്നത്. ഇത് അതീവ ഗുണപ്രദമാണ്. അപ്രതീക്ഷിതമായി ലോട്ടറി, ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം, മറ്റ് ക്രയവിക്രയങ്ങൾ മുഖേന ധനനേട്ടവും ഐശ്വര്യവും സൗഭാഗ്യങ്ങളും ഇവർക്ക് കൈവരും. അപ്രതീക്ഷിതമായ ഇത്തരം ധനനേട്ടം നിമിത്തം ഇവരുടെ ബാധ്യതകൾക്കെല്ലാം ഒരു ശമനം വരുന്നതിനും സാധിക്കും. ഇവർ തന്റെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നതിനും അതല്ലെങ്കിൽ കൈത്തൊഴിലുകളോ മറ്റോ ചെയ്യുന്നതിനും ഈ സമയം സാധ്യതയുണ്ട്. 11 വ്യാഴത്തിന് 5ാം ഭാവദൃഷ്ടിയുള്ളതിനാൽ കുട്ടികളെ കൊണ്ട് ഉയർച്ച ഉണ്ടാകും. മുതിർന്ന മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികൾ പഠനാവശ്യത്തിനായോ അതല്ലെങ്കിൽ ജോലി സംബന്ധമായോ വിദേശത്തേക്ക് പോകുന്നതിനും കുടുംബഭാരം ഏറ്റെടുക്കുന്നതിനും ഇടയാകുന്നതാണ്. അതല്ലെങ്കിൽ അവർക്ക് നാട്ടിൽ തന്നെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുള്ള ഒരു സമയമാണിത്. വളരെ കാലമായി കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് വേണ്ട പരിഹാരങ്ങളും പുതിയ ചികിത്സയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സൽസന്താന ഭാഗ്യം ലഭിക്കാനും ഇടയാകും. ഇവർക്ക് ബുദ്ധിക്ക് വളരെ തെളിച്ചം വരുന്ന ഒരു കാലഘട്ടമാണ്. സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ എന്നിങ്ങനെ ആരുടെയും വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ സ്വതന്ത്രമായി ചില തീരുമാനങ്ങൾ എടുക്കുകയും അത്തരം തീരുമാനങ്ങൾ എന്ത് വില കൊടുത്തും വിജയിപ്പിക്കാനായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യും. തനിക്ക് അറിവുള്ള വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഇടയാകാവുന്ന ഒരു സമയമാണിത്. പുതിയ ട്യൂഷനുകളോ ക്ലാസ്സുകളോ മറ്റോ ഇവർ തുടങ്ങുകയും അത്തരം കാര്യങ്ങൾ കൂടുതലായി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. ഇവർ ഏത് വിധേനയും തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി എല്ലാവിധ മാർഗങ്ങളും ഇവർ പരീക്ഷിക്കുന്നതിന് ഇടയാകും. തന്റെ ബിസിനസ്സിലും മറ്റും പുതിയതായി ടെക്നോളജികൾ സ്ഥാപിക്കുന്നതിനും അതല്ലെങ്കിൽ ഉള്ള ആളുകളെ മാറ്റി പുതിയ ആളുകളെ ചേർത്ത് ബിസിനസ്സിൽ വരുമാന നേട്ടം ഉണ്ടാക്കുന്നതിനായി പരീക്ഷണങ്ങളും ശ്രമങ്ങളുമെല്ലാം നടത്തുന്ന ഒരു സമയമാണിത്. ഇവർ വീട്ടിലേക്ക് പുതുതായി ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിനും സാധ്യതയുണ്ട്. ഒരുപാട് കാലമായി വാങ്ങണം എന്നാഗ്രഹിച്ച ഗൃഹോപകരണം വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന പഴയ ഗൃഹോപകരണം മാറ്റി പുതിയത് വാങ്ങുന്നതിനോ ഇടയാകും. 11 വ്യാഴത്തിന് 7ാം ഭാവദൃഷ്ടിയുള്ളതിനാൽ വിവാഹ സംബന്ധിയായി ഉത്തമമാണ്. പ്രണയം വിവാഹത്തിലേക്ക് എത്തിക്കുന്നതിനും അതല്ലെങ്കിൽ തന്റെ പ്രണയം തുറന്നു പറയുന്നതിനും വക്രഗതി അനുകൂലമാണ്. എന്നാൽ ഇവർക്ക് തന്റെ മാതാപിതാക്കളെ എതിർക്കുന്നതിനും ഒരു പക്ഷേ അന്യജാതിയിൽ നിന്നും കല്യാണം കഴിക്കേണ്ടതായ സ്ഥിതിവിശേഷം പോലും കടന്നു വന്നേക്കാം. ശ്രമിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 5 പെണ്ണുകാണൽ ചടങ്ങെല്ലാം നടത്തുന്നതിനും സാധിക്കും. തന്റെ വിദേശത്തേക്ക് പോകുന്നതിനുള്ള യാത്രാ തടസ്സങ്ങളെല്ലാം നീങ്ങുകയും താൻ ഇഷ്ടപ്പെട്ട രാജ്യത്ത് ജോലിക്കായി പോകുന്നതിനും അവിടെ സ്ഥിരതാമസമാക്കുന്നതിനും കാലം അനുകൂലമാണ്. വ്യാഴത്തിന് 4ാം ഭാവാധിപത്യം ഉള്ളതിനാൽ മാതൃസ്വത്ത് ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ്. കന്നിക്കൂറുകാർക്ക് വ്യാഴം നിലവിൽ അനുകൂല സ്ഥാനത്തായതിനാൽ പ്രത്യേകിച്ച് വഴിപാടുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഭാഗ്യസൂക്താർച്ചന നടത്തുന്നത് വളരെ ഗുണം ചെയ്യും, പ്രത്യേകിച്ച് ഡിസംബർ 5 വരെ. വ്യാഴം വക്രം പ്രാപിച്ച ശേഷവും ദോഷഫലങ്ങൾ തുടരുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും പരദേവതാ ക്ഷേത്രത്തിലോ ഗുരുവായൂർ ക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്.